എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈഡേ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതുവരെയായിട്ടും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ അപ്പത്തിൻ്റെയും അതുപോലെ തന്നെ പൊറോട്ടയുടെയും കൂടെയൊക്കെ പറ്റിയൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ ഇതുപോലെ തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. നല്ല കഴുകി വൃത്തിയാക്കി ദാണ്ട് ഇതേ വലുപ്പത്തിന് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് സവാളയാണ്. 3 സവാള നല്ല നൈസായിട്ട് നീളത്തിലരിഞ്ഞത്, 6 അല്ലി വെളുത്തുള്ളി 4ആയിട്ട് കീറിയത്, 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, അതുപോലെ തന്നെ 4 പച്ചമുളക് 2ആയിട്ട് കീറിയത്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഉപ്പ് പാകത്തിന്. ഇനി ഈ മസാലകളെല്ലാം നമ്മുടെ ബീഫിൽ നന്നായി പിടിച്ചു വരുന്നിടം വരെ കൈ ഉപയോഗിച്ച് ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാലയൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ബീഫിൽ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്കൊരു കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 3 വിസിൽ വരുന്നിടം വരെയാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ബീഫിൻ്റെ വേവ് അനുസരിച്ച് വേണം നിങ്ങൾ കുക്കറിൽ വിസിലിൻ്റെ എണ്ണം സെറ്റ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമല്ല. ഇതുപോലെ തന്നെ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുക്കറിൽ 3 വിസിൽ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ബീഫൊക്കെ നല്ല രീതിയിൽ ഇവിടെ നിന്ന് കുക്കായി വന്നിട്ടുണ്ട്. ദേ കണ്ടില്ലേ, ഇതേ ഒരു പരുവത്തിനാണ് കുക്കായി കിട്ടിയിരിക്കുന്നത്. ഒരുപാട് വെന്ത് ഉടഞ്ഞിട്ടില്ല, എങ്കിലും ഒരു 70-75% കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി ഈ ബീഫിൽ നിന്ന് ഇറങ്ങിയ ഈ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ കുക്കറിൻ്റെ മൂടി ഒന്ന് തുറന്ന് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ വെള്ളത്തിനെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ ബാക്കി വേവാനുള്ള ബീഫ് അതിൽ കിടന്നൊന്ന് നല്ല രീതിയിൽ വെന്ത് വന്നോളും. ഇനി അതവിടെ ഇരുന്ന് വറ്റി വരുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള പ്രധാന ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ തേങ്ങാക്കൊത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഫ് ഫ്രൈക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇതിനെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് ഇതിനകത്തൊന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. അതിട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല, ഒന്ന് ചെറുതായി മൂത്ത് വന്നാൽ മതിയാകും. നമ്മുടെ പെരിഞ്ചീരകമൊക്കെ മൂത്ത് വരുന്ന ഈ ഒരു ടൈമിൽ നമുക്കൊരു 5 അല്ലി വെളുത്തുള്ളി 4ആയിട്ട് കീറിയതും, 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി പൊടിയായി അരിഞ്ഞതും, അതുപോലെ തന്നെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചെറിയ ഉള്ളി ഒരു 10-25 എണ്ണം ചെറുതായി ഒന്ന് ചതച്ചെടുത്തതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വഴണ്ടി വരുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ വെള്ളം വറ്റിക്കാൻ വേണ്ടി വച്ചിരുന്ന ബീഫിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ബീഫൊക്കെ നല്ല വെന്ത് ഒരു സെമി ഗ്രേവി പരുവത്തിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബീഫിനെ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്പെഷ്യൽ മസാലക്കൂട്ടിലേക്ക് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഈ മസാലയെല്ലാം തന്നെ ബീഫിലേക്ക് പിടിക്കുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇതുപോലെ ഇളക്കി ഇതിലെ വെള്ളമെല്ലാം നമ്മൾ വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതുപോലെ തന്നെ നെയ്യ് ഇല്ലാത്ത ബീഫാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ ഡ്രൈ ആവുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കുക. നെയ്യുള്ള ബീഫാണെങ്കിൽ എക്സസ് ആയിട്ട് നമ്മൾ പിന്നെ ഓയിൽ ഒഴിക്കേണ്ട കാര്യമില്ല.
അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ബീഫിൽ നിന്നുള്ള ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ വറ്റി നമ്മുടെ ബീഫ് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം പുറമേ നല്ല ഡ്രൈനെസ് ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ബീഫ് ഫ്രൈ ആണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും താങ്ക് യു.